അനധികൃതമായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിനെതിരെ കാട്ടാക്കടയിൽ NGO യൂണിയന്റെ പ്രതിഷേധം. ജില്ലാ ട്രഷറി ഓഫീസർ സജു PL-നെ NGO യൂണിയൻ ഭാരവാഹികൾ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. 9 ഓഫീസ് അറ്റൻഡർ, 5 സൂപ്രണ്ടുമാർ, 7 UD ക്ലർക്ക് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. മാത്രമല്ല, ഈ ഉത്തരവ് പിൻവലിക്കണമെന്നതാണ് സമരക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ തന്നെ ചെറിയ സംഘർഷമാവുകയും ഇതിനിടയിൽ ഉദ്യോഗസ്ഥനെ പോലീസ് സുരക്ഷിതമായി തന്നെ പുറത്തിറക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിഷേധകർ സമരം അവസാനിപ്പിച്ചെങ്കിൽ പോലും ഇനിയും തുടർ സമരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തികച്ചും തെറ്റായ നിയമവിരുദ്ധമായ നടപടിക്കെതിരായി അദ്ദേഹത്തെ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉച്ച മുതൽ ഏതാണ്ട് 100-200ഓളം വരുന്ന ജീവനക്കാർ ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടേക്ക് വരാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയും കുറേയേറെ ജീവനക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തതിനു ശേഷം ഏതാണ്ട് 4:50 കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം 5 മണി കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് വരാൻ തയ്യാറായത്. അദ്ദേഹത്തെ നിരന്തരം ഫോണിൽ വിളിച്ച് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഇപ്പോൾ ഉടൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തു നിൽക്കുകയും ഏതാണ്ട് 5:30 മണിയായപ്പോൾ ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് വരാൻ കൂട്ടാക്കുകയും ചെയ്തത്. 5:30 മണിക്കു ശേഷം ഓഫീസിലേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങൾ 2 ഉത്തരവുകളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയത്. ഒന്ന്, ക്ലർക്കുമാരുടെ സ്ഥലം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയപ്പോൾ സ്വാഭാവികമായും 3 വർഷം സർവീസ് ഒരു സ്റ്റേഷനിൽ പൂർത്തിയാക്കിയ ജീവനക്കാരെയാണ് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടത്. അല്ലെങ്കിൽ ആ ജീവനക്കാരനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന തരത്തിലുള്ള കുറ്റം ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടണം. ഇത്തരത്തിൽ 2 കാര്യങ്ങളിലും യാതൊരു തരത്തിലും യോജിച്ചു പോകാത്ത ഏതാണ്ട് 5 വർഷക്കാലത്തോളം അട്ടപ്പാടിക്കടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരൻ ഈ ജില്ലാ ട്രഷറി ഓഫീസിലേക്ക് സ്ഥലം മാറി വന്ന് 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അയാളെ പാറശാലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കേരള NGO യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗം ആണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിയമവിരുദ്ധമായി അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ഈ ട്രഷറി ഓഫീസർ തയ്യാറായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരി, ആ ജീവനക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർ NGO യൂണിയന്റെ മെമ്പറായി പ്രവർത്തിച്ചു, NGO യൂണിയന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് 2 വർഷം പൂർത്തിയാകാത്ത ഈ സ്റ്റേഷനിൽ 2 വർഷം പൂർത്തിയാകാത്ത ഒരു ജീവനക്കാരിയെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ആ ട്രാൻസ്ഫർ ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ സംഘടനാ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പറഞ്ഞ നിയമവിരുദ്ധമായ ഉത്തരവ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് സംഘടനാ പ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോ ഈ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന 9 ഓഫീസ് അറ്റൻഡന്മാരുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ റിക്വസ്റ്റ് മുഖാന്തരമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി അവർക്കെതിരായി ഉയർന്നു വരണം. ഈ 2 കാര്യങ്ങളുമില്ലാതെ തുച്ഛ വരുമാനക്കാരായിട്ടുള്ള ഓഫീസ് അറ്റൻഡന്മാരെ, അതിൽ 8 ആളുകൾ NGO യൂണിയന്റെ മെമ്പർമാരാണ്, പ്രവർത്തകരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ 8 ആളുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇയാൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമായി നിരന്തരമായ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് ജീവനക്കാരെ വെല്ലുവിളിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമത്തിനെതിരായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല.